മഴ എല്ലാ തരത്തിലും പ്രതിസന്ധിയായി മാറുമ്പോൾ അത് കർഷകരെ ബാധിക്കുക മറ്റൊരു തരത്തിലാണ്. അപ്പർ കുട്ടനാടൻ പാടശേഖരത്തെ നെൽകർഷകർ അസാധാരണ പ്രതിസന്ധി നേരിടുകയാണ്. മഴ കനത്തതോടെ നെല്ലെടുക്കാൻ അവിടെ ആളില്ല. കോട്ടയം കല്ലുങ്കത്ര പാടശേഖരത്തിലെ കാഴ്ച അതീവ ദയനീയമാണ്. കോട്ടയത്ത് പ്രളയത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും കർഷകർ ദുരിതത്തിലാണ് എന്നുള്ളതാണ് ഇവിടുത്തെ കാഴ്ച. ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കോട്ടയത്ത് അയ്മനം പഞ്ചായത്തിലാണ് ഞാനുള്ളത്. കല്ലുങ്കത്ര പാടശേഖരത്തിലാണ്. കർഷകർ നെല്ല് കൊയ്ത് ദിവസങ്ങളായി അവർ ഈ പാടത്തിന് വരമ്പത്ത്, അതായത് റോഡിന് സൈഡിൽ കൊണ്ടിട്ടിരിക്കുകയാണ്. പക്ഷെ ഇപ്പോഴും അത് ഏറ്റെടുക്കുന്നില്ല. അതായത് ഈ പ്രളയത്തിൽ ഒരുപക്ഷെ വെള്ളം കയറി നിറയുന്ന സ്ഥലമാണ് ഇതെല്ലാം. ഇതിനകം തന്നെ പാടത്തേക്ക് വെള്ളം എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു വലിയ പ്രളയം ഭീഷണിയിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു അവസ്ഥ എന്നുള്ളതാണ് നമുക്ക് അവരോട് സംസാരിക്കുന്നത്. ഇത് എത്ര ദിവസമായി? ഇത് രണ്ടാഴ്ചയായി പോയിട്ട്. രണ്ടാഴ്ചയായി. എന്താണ് ഇതിങ്ങനെ ഇങ്ങോട്ട് ആരും വരുന്ന പോലും ഇല്ല. മില്ലുകാരൻ നോക്കാൻ പോലും വരുന്നില്ല. ഞങ്ങൾ പാടി ഓഫീസിലും അവിടെ ഇവിടെ എല്ലാം പരാതി കൊടുക്കുകയും നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്നലെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. അല്ല, അവിടെ ചോദിക്കുമ്പോൾ പറയും മില്ലുകാരോട് പറഞ്ഞിട്ടുണ്ട്, അവർ വരും. പക്ഷെ ഇതുവരെ ആരും വന്നിട്ടില്ല. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു തർക്കം എന്നുള്ളതുണ്ട്? ഇപ്പൊ ഇത് റോഡാണ്, അതായത് അങ്ങനെ എന്നിട്ടും ഇവിടേക്ക് വണ്ടി വരാതെ എന്താണ് പ്രശ്നം? അവർക്ക് നെല്ലെടുക്കാൻ കഴിയത്തില്ല. കാരണം ഒരു മില്ലുകാർ ഇത് ഇപ്പം നനവായി. ഈ നനവായി കഴിഞ്ഞാൽ മില്ലുകാർ ഇത് എടുക്കുമല്ല. നമ്മൾ ഉണക്കിയ സമയത്ത് കൊയ്തിട്ടിരുന്ന സംഭവം ആരും വരത്തില്ല. അവർക്ക് ഇപ്പം മറ്റേ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ അരി വരുന്നുണ്ട്. അത് മതി അവർക്ക്. ഇവിടെ കൊയ്യുന്നവന് ഒരു വിലയില്ല. നിങ്ങളുടെ ഒരു ജീവിതം തന്നെ ആകെ പ്രശ്നമാവും അല്ലേ? ഞങ്ങൾക്ക് ഇതൊന്നും എങ്ങനെയും കരക്കേറി കിട്ടണം. റോട്ടി വെള്ളം കയറിയാൽ പിന്നെ ചുമന്നിട്ട് പോകാൻ പോലും വഴിയില്ല. ഇവിടെ എല്ലാം വെള്ളം അല്ലാതെ കയറും. പിന്നെ ഇത് ഇത്രയും വെള്ളം കയറും. 1 മീറ്റർ വെള്ളം ഈ റോഡിന് മുകളിൽ വന്നിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ഈ ടാർപ്പോ ഈ ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് രക്ഷപ്പെടുമോ തൽക്കാലം? ഇല്ല, ആവിക്കും. ഇത് മഴ നനയായിരിക്കും, പക്ഷെ ഇതിനകത്ത് ഈർപ്പം കിട്ടും. ആവിക്കും. ഇത് ആവിച്ചു കഴിഞ്ഞാൽ വീണ്ടും കിളുത്തും. ഇവിടെ ഒരു എത്ര ഏരിയയിലുണ്ട് ചേട്ടാ ഈ ഒരു പ്രശ്നം? ഏക്കറായി പാടം. ഇത് അതിന്റെ നെല്ലൊക്കെയാണ് ഈ കിടക്കുന്നത്. അല്ല, ഇവിടെ മാത്രമുള്ളതാണോ ഇങ്ങനെ കിടക്കുന്നത്? അല്ല, ഇതിന്റെ അങ്ങപ്പുറത്ത് കുടുവത്രപ്പാടം കിടപ്പുണ്ട്. അല്ല, അവിടെ നെല്ല് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നെല്ലിങ്ങനെ കിടക്കുക. അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ നെല്ലെടുത്തായിരുന്നു. ജാനകി മില്ലെന്ന് പറഞ്ഞ പാലക്കാട്ടുള്ളൊരു മില്ലുകാരൻ. ഇനി ഒരു 50 ക്വിന്റൽ 60 ക്വിന്റൽ നെല്ല് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ അവനൊരു ഫുള്ളായിട്ട് ഒരു വണ്ടിക്ക് കൊണ്ടുപോകാനില്ലെന്നും പറഞ്ഞ് അവന് വണ്ടിക്കൂലി കൊടുക്കണമെന്ന് പറഞ്ഞു. അതിനും ഞങ്ങളതായ കൃഷിക്കാർ ആയിക്കോട്ടെ, എങ്ങനെയാലും നമ്മൾ വിതച്ചു പോയില്ലേ, വിതയ്ക്കുകയും ചെയ്ത് കൊയ്യുകയും ചെയ്തു പോയില്ലേ, അതും ഇങ്ങനെ കടന്ന് നശിക്കലും കൊണ്ട് അതും തയ്യാറായി. മൊത്തത്തിൽ ഇത് കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം. കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടിയ നെല്ലിന്റെ 4 പോലും ഇപ്പൊ കിട്ടിയിട്ടില്ല. ആ സെയിം വളയിടിയിലും മരുന്നടിയും കാര്യങ്ങളെല്ലാം നടന്ന. എന്നിട്ട് നെല്ലിന്റെ ഉൽപാദനം കുറവാണ്. ഉൽപാദനം കുറവാണ്. കാലാവസ്ഥയുടെ വ്യത്യാസം വല്ലതായിരിക്കും. ഇത് 1 ഏക്കർ 40 സെന്റ് കണ്ടായത് ഈ കിടക്കുന്നത്. ഇവിടെ കിട്ടിയത് 3-4 പറ നെല്ല കിട്ടിയത്. 4 പറ നെല്ല്. ഇതിപ്പോ കിഴിവ് എത്രയെന്നാ പറയുന്നത്? ഇതിന് വന്ന് നോക്കിയിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. ആ പാടത്ത് 13 കിലോ. 13 കിലോ ആണ്. കുടുവത്രപ്പാടത്ത്. ഓളോക്കരി പാടത്ത് 20 കിലോ. അവിടെ എനിക്ക് കൃഷിയുള്ളൂ. അവിടെ എൻ്റെ നെല്ല് അവിടെ കിടക്കുക. ഇത്രയും നീളത്തിൽ കിളുത്ത് അവിടെയും കിടപ്പുണ്ട്. സർക്കാരുകളുടെ അടിയന്തര ഇടപെടൽ വേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം പ്രത്യേകിച്ച് ഈ മനുഷ്യരാകെ ഒരു വർഷം കുറേ നാളുകളായി കഷ്ടപ്പെട്ടാണ് ഇത്തരം നെല്ലിന്ന് കരയ്ക്കെത്തിക്കുന്നത്. പക്ഷെ അത് ഏറ്റെടുത്ത് പോകാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകുന്നില്ല. ഇനി ഏറ്റെടുത്താൽ തന്നെ പൈസ കിട്ടാത്ത സാഹചര്യം ചിലയിടത്തെങ്കിലും വലിയ പ്രശ്നങ്ങളായി നിൽക്കുന്നുമുണ്ട്. എന്തായാലും കോട്ടയം അയ്മനത്ത് നിന്ന് ജി ശ്രീജിത്ത്, ന്യൂസ് 18. കോട്ടയത്തെ നെൽകർഷകരുടെ ദുരവസ്ഥയാണ് നമ്മൾ കണ്ടത്. പാലക്കാടേക്ക് ചെല്ലും